ശ്രീ തൗഫീഖ്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പോലീസിന് നല്ല മുഖം നൽകാനാണോ ഈ സർക്കാർ ശ്രമിച്ചത്? മറ്റൊരു കാര്യമുണ്ട്, ഈ പിണറായി സർക്കാർ വന്ന ശേഷം ക്രിമിനൽ കേസുകളിൽപ്പെട്ട 114 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം കുറ്റക്കാരായ 323 പേരെ സസ്പെൻഡ് ചെയ്തു. 2016 മെയ് മുതൽ രജിസ്റ്റർ ചെയ്ത 504 കേസുകളിൽ പ്രതികളായ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ UDF-ന്റെ ഭരണത്തിൽ 976 പോലീസുകാരാണ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടത്. ഇതിൽ മിക്കവരെയും സംരക്ഷിച്ചു നിർത്തുന്ന, അതായത് സസ്പെൻഷനിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു അവരുടെ ശിക്ഷാ നടപടികൾ. പിന്നീട് ഈ പിണറായി സർക്കാർ വന്നപ്പോൾ വലിയൊരു മാറ്റം പോലീസ് സേനയിൽ ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് പോലീസിൻ്റെ ക്രൂരത അല്ലെങ്കിൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ കൂടുന്നു, ഇന്നിപ്പോൾ അത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നു? ഈ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തിനാണ്? ശ്രീ ജമീഷ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഒരാഴ്ചത്തെ മൗനം വെടിഞ്ഞാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഈ വിഷയം സംബന്ധിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയിലേക്ക് ഈ വിഷയത്തിന്റെ മുഴുവൻ കുറ്റവും പ്രയോഗിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു ഉത്തരം മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അതായത് പിണറായി വിജയൻ ഭരണത്തിൽ കേരളത്തിലെ പോലീസ് അഴിഞ്ഞാടുകയാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥരെ, അതായത് കുന്നംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന, എക്കോ കേൾക്കുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതായത് കേരളത്തിലെ പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ആക്ഷേപമില്ല, അതായത് അന്വേഷണ മികവിനെ സംബന്ധിച്ച്. അതേസമയം തന്നെ കുന്നംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്. ആ സുജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, കുന്നംകുളം സിയുടെ ഭാഗത്ത് നിന്ന് അടക്കം എത്രത്തോളം ക്രൂരമായ പോലീസ് മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും അടക്കം കണ്ടതാണ്. ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ തയ്യാറല്ലെന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൂറ് പൊതുസമൂഹത്തോടാണോ മറിച്ച് പോലീസിലെ ഗുണ്ടകളോടാണോ എന്നുള്ള ചോദ്യമല്ലേ ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉയരുന്നത്? ഈ മൗനവ്രതത്തിലായിരുന്ന മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ മൗനം വെടിഞ്ഞ് സത്യത്തിൽ ഗുണ്ട പോലീസിന്റെ വക്താവായി അധപ്പതിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലാം കണ്ടത്. കേരളത്തിലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പോലീസ് ലോക്കപ്പുകൾ അത് മൂന്നാം വർഗ കേന്ദ്രങ്ങളായി മാറുമ്പോ, ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുമ്പോ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു? കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിൽ ഈ സുജിത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട അടക്കം പുറത്തു വന്ന ദൃശ്യങ്ങൾക്ക് പിന്നാലെ 2 ആഴ്ചകൾ കൊണ്ട് ഏകദേശം 20ഓളം കംപ്ലൈന്റുകളാണ്, പരാതികളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ സംബന്ധിച്ച്, വിവിധ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്താൻ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവാതെ ഒളിച്ചു കൊടുത്തൊരു സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇവിടെ എത്രയധികം ഉദാഹരണമാണ് നമുക്ക് പറയാൻ കഴിയുക? ഇവിടെ നമുക്കറിയാം, കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ സംഭവത്തിൽ നിന്നാണ് ഈ ആരോപണങ്ങളുടെ വലിയ പരമ്പര തുറന്നു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 2023 നടന്നൊരു സംഭവം 2025 വലിയ നിയമ പോരാട്ടത്തിലൂടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വലിയ നിയമ പോരാട്ടത്തിലൂടെ അതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് മകന് ജീവനക്കാരന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥന് പ്രമോഷൻ നൽകി ഇന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം ശക്തമായി സഭയിൽ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ ഇത്രയും നാൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്ട് ചെയ്തൊരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ കുറ്റിക്കാട്ടോട് യത്തീംഖാനയിൽ അവിടെ ഭൂമി സംബന്ധമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലീഗ് നേതാവിനെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ക്രൂരമായ പോലീസ് മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഞങ്ങളുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KSUവിന്റെ സൂരജിന് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് VT സൂരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തൊടുപുഴയിൽ അങ്ങടക്കം ചർച്ച ചെയ്തിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ബിലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ 40% കാഴ്ചയാണ് ഈ പോലീസുകാർ അടിച്ചു തകർത്തത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി പോയി. നിരന്തരമായ നിയമ പോരാട്ടം 2.5 വർഷക്കാലമായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഫയൽ
ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ബിന്ദുവിന്റെ അടക്കം പേരുക്കട പോലീസ് സ്റ്റേഷനിൽ ഏൽക്കേണ്ടി വന്ന അപമാന കഥകൾ അതടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ എത്രയധികം സംഭവങ്ങളാണ്. എന്തിനേറെ പറയുന്നത്, ഞാൻ എന്റെ നാട്ടില്, എന്റെ അടൂരിൽ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി രഹസ്യങ്ങൾ പുറത്തു പറയുമോ എന്നുള്ള ആശങ്ക കാരണം CPM-ന്റെ പ്രാദേശിക നേതാക്കളുടെ കൊട്ടേഷൻ വാങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു ചെറുപ്പക്കാരൻ ജോയൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം, പോലീസ് മർദ്ദനത്തിലൂടെ അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അടൂരിൽ മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവിന് ഇതേ കാലയളവിൽ തന്നെ ക്രൂരമായ തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ കൊല്ലം കുണ്ടറയിൽ തോംസൺ തങ്കച്ചൻ എന്നുള്ള സൈനികന്റെ മർദ്ദനം, പോലീസ് മർദ്ദനം മൂലമെന്ന് മാതാവ് ഡെയ്സി മോൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ഈ ചർച്ച അവസാനിക്കുന്ന ഘട്ടം വരെ എനിക്ക് ഉദാഹരണം പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പ്രശ്നപ്പെടുകയാണ്. ഇത്രയധികം പോലീസ് മർദ്ദനങ്ങളുടെ കഥകൾ ഉണ്ടായിട്ട് പോലും, പോലീസ് മർദ്ദനങ്ങളുടെ പരമ്പര ഉണ്ടായിട്ട് പോലും ആ വിഷയത്തിൽ ധാർമ്മികമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പാലിച്ച മൗനമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നീ നിമിഷം വരെ ഇവിടെ ഏറ്റവും പ്രധാനമായി ഒരു കാര്യം കൂടി അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് അവർക്കെതിരെ കൃത്യമായ ആക്ഷൻ, അവരെ ഈ സേനയിൽ നിന്ന് പുറത്താക്കി മാതൃകാപരമായ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഗുണ്ടാ പോലീസിന്റെ വക്താവായി മാത്രം അധിപതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓക്കെ, ശ്രീ ബി ജി വിഷ്ണു, കഴിഞ്ഞ ദിവസം BJP-യും ഈ